കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുന്നു. ഈ ഫോട്ടോ എടുക്കുന്ന ഇവിടെ നിന്ന് കേൾക്കുന്ന ഡയറക്ടർമാരെ നിങ്ങളോട് സൂചിപ്പിക്കുക, നിങ്ങൾ ചിലരൊക്കെ വന്ന് ഫോൺ കാണിക്കുക, വീഡിയോ കാണിക്കുക. എന്റെ പൊന്നേച്ചി, ആ ഫോൺ വാങ്ങാൻ, ആ ഫോൺ പിടിക്കാൻ നിങ്ങൾക്കൊക്കെ അങ്ങനെ നിൽക്കാതെ ുണ്ടെങ്കിൽ ആ അവസരം നൽകിയ പ്രസ്ഥാനത്തിന്റെ പേര് കോൺഗ്രസ് എന്നാണെങ്കിൽ ആ കോൺഗ്രസിന്റെ നേരെ നിങ്ങൾ പല്ലി വെച്ച് കാണിച്ചാൽ അതിനൊന്നും ഒരു അടിസ്ഥാനവും ഉണ്ടാകില്ല. നിങ്ങളോട് ആ കഷ്ടമെന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? കുറച്ചാളുകൾ വിചാരിക്കുക, ആനപ്പുറത്തിരിക്കുമ്പോ ഒരു വിചാരിക്കുക ഞാൻ ഏതോ മാളികപ്പുറത്താണെന്ന്. ആ ആനപ്പുറത്തുനിന്ന് താഴെ വീണ് നോക്കട്ടെ, ആളുകള് അറിഞ്ചും പൊറിഞ്ചും എടുത്ത് തൂക്കി എറിയുന്ന കാഴ്ചയാണ് ആ ഡയറക്ടർമാർക്ക് ഇനി കാത്തിരിക്കുന്നതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ അർഹതപ്പെട്ട ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കേണ്ടതിന് പകരം അനർഹതയിലൂടെ പണം വാങ്ങി ഈ ബാങ്കിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുക. വലിയ അഴിമതിയാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് നമ്മൾ കടക്കുമ്പോ പരിശോധിക്കുന്നത് കാണുന്നത്. തൊട്ടപ്പുറത്ത് നിങ്ങൾ നോക്കൂ, ചേവാരിൽ ഇതിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ചേവാരിൽ ഒരു ബിൽഡിങ്ങിന് സ്ഥലമെടുത്തിരിക്കുക. എത്ര പൈസയാണെന്നറിയോ? 20 കോടി രൂപയ്ക്ക് ഒരു സ്ഥലമെടുത്ത് ബിൽഡിംഗ് ഉണ്ടാക്കുക. ഏറ്റവും കൂടിയ അഴിമതിയാണ്. ഹൈവേ നിർമ്മാണം നടക്കാനുള്ള ഇവിടെ 10 കിലോമീറ്റർ ഹൈവേ കണ്ടോറെ, ആ പൈസക്ക് നിർമ്മിക്കാം. അത് നിർമ്മിക്കാമെന്നിരിക്കെ അതിൽ പോലും അഴിമതിയാണ്. ആ ഓഫീസിന്റെ പൂർണ്ണമായ സജ്ജീകരണത്തിലേക്ക് പോകാൻ സാധിച്ചില്ല. തൊട്ടപ്പുറത്താണ് കോട്ടൂടിയിൽ ബാങ്കിന്റെ ഒരു സ്ഥാപനം വാങ്ങുമ്പോ ആ സ്ഥാപനം രൂപയെ ചെലവ്, പക്ഷേ അതിന്റെ ഇന്റീരിയർ ചെയ്യാൻ 60 ലക്ഷം രൂപയാണ്. വലിയ രീതിയിൽ ഒരു ബാങ്കിനെ, ജനങ്ങളുടെ വിശ്വാസതയെ, അവരുടെ സമ്പത്തിനെയൊക്കെ കൊള്ളയടിച്ചവർ മുമ്പോട്ട് പോകുന്നു. അതിന്റെ കൂടെ ഇന്ന് നിയമന തട്ടിപ്പിലൂടെ അർഹതക്കാർക്ക് തൊഴിൽ കൊടുക്കാതെ ആ തൊഴിൽ കൊടുക്കേണ്ടതിന് പകരം അതിനെ അട്ടിമറിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇന്നലെ ഈ നിയമനത്തിന്റെ വാർത്തയറിഞ്ഞ് പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇങ്ങോട്ട് കടന്നു വന്നു. ഇന്നലെ സൂചനാ സമരവുമായിട്ട് അവർ കടന്നു വന്നു. ഇന്നും ഒരു സൂചനാ സമരമാണ്. ഈ സമരം കൊണ്ടൊന്നും ഇവർ പിന്തിരിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ആർക്കൊക്കെ നിയമനം കൊടുത്താലും അവരൊന്ന് ആ പോസ്റ്റിലിരിക്കുമെന്ന് ചിരിച്ചുകൊണ്ട് പറയട്ടെ ചേച്ചിയെ. അത് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ആർക്ക് നിയമനം കൊടുത്താലും അതൊക്കെ താൽക്കാലികമായി. ഈ ബാങ്കിനെ അന്ന് CPM-ന്റെ ആലയിൽ കെട്ടി നിങ്ങൾ അതൊക്കെ അങ്ങ് നടത്തിയേക്കാമെന്ന് കരുതിയാൽ കോൺഗ്രസുകാരന്റെ ശരീരത്തില് അവസാനത്തെ ശ്വാസമുള്ള കാലത്തോളം നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ആ ഭരണസമിതിയോട് പറയാം. ഒരു കാര്യമില്ല. ഒരു കോൺഗ്രസുകാരനെ പിടിച്ച് 4 ടൈം പ്രസിഡന്റ് ആക്കുമ്പോ 4 ടൈം പ്രസിഡന്റ് ആയിരിക്കുമ്പോ അയാൾ വിചാരിക്കുന്നത് ഇത് അയാളുടെ എന്ത് കുടുംബ സ്വത്താണെന്ന്. അയാൾ മറന്നുപോയി. അയാളെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നത്, അവിടെ ഇരുത്തിയത് അത് കോൺഗ്രസ് ആണെന്ന്. അതുകൊണ്ട് ഏതെന്റെ കുടുംബ സ്വത്താണെന്ന് കരുതി ഏതെങ്കിലും പ്രസിഡന്റും ഡയറക്ടർമാരും ഒക്കെ ഇതങ്ങ് കൈകാര്യം ചെയ്തേക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ദിവസങ്ങളാണ് കടന്നു വരാനിരിക്കുന്നതെന്ന് മാത്രം പറയാണ്. പ്രിയമുള്ളവരെ, ഇതൊരു നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. ഈ പ്രദേശത്ത് ചെറുപ്പക്കാർ ഇപ്പൊ ഇങ്ങോട്ട് കടന്നു വന്നത് ചെറുപ്പക്കാർ അല്ലെങ്കിലോ ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ ഇവിടെ ചെറുപ്പക്കാർക്കൊന്നും ജീവിക്കാൻ കഴിയുന്നില്ല. ഗവൺമെന്റ് ജോലി എന്നത് ചെറുപ്പക്കാർക്ക് കിട്ടാക്കനിയായി മാറുന്ന കാലത്ത് അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി ഇവിടെ ഒരുപടി യുവാക്കൾ പുറത്തിരിക്കുമ്പോ അവരെ എല്ലാം അട്ടിമറിച്ച് തോന്നിവാസം കാണിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെ ഭരണസമിതിക്കെതിരെയാണ് ഈ സമരം. നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടിയുള്ളതാണ് ഈ സമരം. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ 8:30 മണിയോടുകൂടി ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഞാൻ ഇവിടെയുള്ള പ്രിയപ്പെട്ട പോലീസുകാരോട് പറയുന്നു, ഈ സമരം ഇത് നീതിക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ഒരുപക്ഷെ മക്കളുണ്ടാകും. അവിടെ കോർപ്പറേറ്റ്സ് കഴിഞ്ഞിട്ടുള്ള BCom, MCom, HDCയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ ഒക്കെ വീട്ടിലുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ അപേക്ഷിച്ച് അവർക്ക് നൽകേണ്ടുന്ന ജോലിയാണ് ഒരപേക്ഷയുമില്ലാതെ, ഒരു നടപടികളും പാലിക്കാതെ തോന്നിവാസം കാണിച്ചുകൊണ്ട് ഇവിടെയുള്ള ചിലർക്ക് പണം വാങ്ങി 5, 6, 7, 8, 10 ലക്ഷം വരെ വാങ്ങിയിട്ട് ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഈ നാട്ടിലെ യുവതയ്ക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലൊരു സമരം ഇങ്ങോട്ട് കടന്നു വന്നത്. ഞങ്ങൾ ഈ സമരത്തെ നിങ്ങളെ പോലീസിനെ കൊണ്ട് ബാരിക്കേഡ് കെട്ടിച്ചതുകൊണ്ട്, പോലീസിനെ കൊണ്ട് ഈ സമരം അങ്ങ് തടഞ്ഞതുകൊണ്ട് നിങ്ങൾ അങ്ങ് വിജയിക്കുമെന്ന് നിങ്ങൾ ധരിച്ചാൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ഡയറക്ടർ ബോർഡിലെ അംഗങ്ങളെ എന്ന് മാത്രമാണ് ഒരിക്കൽ കൂടി സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രതിഷേധം തുടരും. ഈ പ്രതിഷേധത്തിന്റെ പര്യവസാനം ഈ വരുന്ന ബാങ്ക് തെരഞ്ഞെടുപ്പിൽ
നീതിപൂർവ്വമുള്ള ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഇവിടെ കോൺഗ്രസിന്റെ ഭരണസമിതി വന്നുകൊണ്ട് യുവാക്കളെ വെല്ലുവിളിക്കുന്ന ഈ ഭരണസമിതിയുടെ തീരുമാനം തിരുത്തിച്ചുകൊണ്ടായിരിക്കും ഈ സമരത്തിന്റെ പര്യവസാനമെന്ന് മാത്രം സൂചിപ്പിച്ച് പ്രതികൂല കാലാവസ്ഥയിലും ഈ സമരത്തിന്റെ ഭാഗമായി ഇങ്ങോട്ട് കടന്നു വന്ന ഓരോ സമര സഖാക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികളുടെ പേരിൽ ഈ ധർണാ സമരത്തെ ഉപരോധത്തിന്റെ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കും. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ചെയ്യുകയും. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി PM നിമേഷ് സംസാരിക്കും. ഏറെ പ്രിയങ്കരനായ ഈ സമരത്തിന്റെ നായകൻ ശ്രീ R. ഷഹീദ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത KSU മുൻ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ അഭിജിത്ത്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സുഫിയാൻ ചെറുവാടി, അഡ്വക്കേറ്റ് VT നിഹാല്, വൈശാഖ് കണ്ണോറ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളായ ഷിബു, ആഷിഖ് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി പ്രസിഡന്റുമാർ റമീസ്, ജിതിൻ ഉൾപ്പെടെ അഭിജിത്ത് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ, സുഹൃത്തുക്കളെ, പരീക്ഷാക്രമങ്ങൾ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ഒരു സുതാര്യതയുമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാടകം മാത്രമാണ് ചെവായൂർ സർവീസ് ബാങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉദ്ഘാടനത്തിൽ അഭിജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ചില കാട്ടുമാക്കാന്മാരെ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, കുറച്ച് കടന്നു കഴിഞ്ഞ് തന്നെ പറയേണ്ടി വരും, കാട്ടുമാക്കാന്മാരെ കണ്ട് ചില ആളുകള് വലിയ നകളിപ്പാണ്. ഒറ്റ കാര്യം തീർത്തു പറഞ്ഞേക്കാം, ഈ ലക്ഷങ്ങൾ ഫോണയും വാങ്ങി ഈ റോഡിലൂടെ ഇറങ്ങി വിലസി നടക്കാമെന്ന് ഇവിടുത്തെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും ഒന്നും കരുതേണ്ട എന്ന് മാത്രം പറയുകയാണ്. ഇവിടുത്തെ ചെയർമാന്, പ്രസിഡന്റിന്, അയാളെ പ്രസിഡന്റ് ആക്കിയത് ഈ പ്രസ്ഥാനമാണെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടാനും ഈ പ്രസ്ഥാനത്തിന് ഇന്ന് കഴിവുണ്ട് എന്ന് പറയാനോ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ